നമസ്കാരം, എന്റെ പേര് ശ്രീഹരി. ഞാൻ വരുന്നത് വെള്ളാവട്ടത്തു നിന്നാണ്. അപ്പൊ ഞാൻ കരിയറിലെ ഒരു പ്രൗഡ് സ്റ്റുഡന്റ് ആണ്. കാരണം ഞാനിവിടെ എന്റെ 10ാം ക്ലാസ് മുതൽ ഉള്ള ഒരു ബന്ധമാണ് ഗിരീഷ് സാറ്. അപ്പൊ ഗിരീഷ് സാറിന്റെ ഗൈഡൻസിന് വേണ്ടി തന്നെയാണ് ഞാൻ കരിയർ വന്ന് ചേർന്നത്. അപ്പൊ വന്ന് ചേർന്ന ശേഷം എനിക്ക് സത്യത്തിൽ ഇവിടെ ഒരു പ്രഷർ നടക്കാൻ തോന്നി. കാരണം അന്നു പരീക്ഷ ഉണ്ട്. അപ്പൊ ഇന്ന് പരീക്ഷ എനിക്ക് മാർക്ക് കുറവാണ്. അപ്പൊ എന്നും ഗിരീഷ് സാർ എന്നെ ഒന്ന് വഴക്ക് കുറച്ചിലാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ പോരാ എന്നൊക്കെ പറയും. അപ്പൊ ഞാനിതെല്ലാം കേട്ട് അനുസരിക്കും, വീണ്ടും വന്ന് തെറ്റിക്കും. അപ്പോഴത്തേക്ക് അതിനുശേഷം പിന്നെ എനിക്ക് അത്രയും വിഷമം വന്നു. അതായത് എനിക്ക് മാർക്ക് കയറുന്നില്ല എന്നുള്ള രീതിക്ക് ഞാൻ ഒരു കാര്യം ചെയ്തു, ഓൺലൈൻ ക്ലാസ്സിലോ തിരിയാന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഒന്ന് പഠിച്ച് എനിക്കൊരു മാർക്കും വരുന്നില്ല. അതായത് ഇവിടെ ടെസ്റ്റ് തന്നെ മാർക്ക് കുറഞ്ഞു വന്നു. ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ എനിക്ക് മാർക്ക് കുറവുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഓൺലൈൻ ക്ലാസ് എടുക്കാം. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തു. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് എന്നൊരു ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല. പരീക്ഷയ്ക്ക് വീണ്ടും ഞാൻ പിന്നോട്ട് തന്നെ വെക്കിവിടുന്നു. അങ്ങനെ വീണ്ടും ഞാൻ അത്രയും വിഷമിച്ച് സാധനം ഒന്ന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഈ സാധനങ്ങളാ ഇതൊക്കെ ഞാൻ ഒരു 4 മാസം സമയം തരാം. 4 മാസം കൊണ്ട് നിനക്ക് ചേഞ്ച് ഉണ്ടോ ഒന്ന് നോക്ക്, ഇല്ലെങ്കിൽ നീ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. സാറ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കേട്ട് 4 മാസം കൃത്യമായിട്ട് പഠിച്ചാൽ മാറ്റമുണ്ടോ ഇല്ലെങ്കിൽ നിർത്തിക്കൊള്ളാം സാറിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ സാർ, 4 മാസം കേസിൽ പഠിക്കാൻ നോക്കും. അങ്ങനെ 4 മാസം ഞാൻ കറക്റ്റ് ഇവിടെ വന്ന് സാറ് പറഞ്ഞ് കേട്ട് കാര്യങ്ങളെല്ലാം നോക്കി. അതായത് വീട്ടിലും സാറ് വന്ന വർക്കുകളെല്ലാം ചെയ്ത് ഇവിടുത്തെ എല്ലാ എക്സാമുകളും ആത്മാർത്ഥമായിരുന്നു പഠിച്ചു. ഞാൻ പറയാൻ അതായത് ഞാൻ ആത്മാർത്ഥമായിട്ട് വീട്ടിൽ പോയി കറക്റ്റ് ഈ കാര്യങ്ങളെല്ലാം വൃത്തിക്ക് നോക്കി ഇവിടെ ഒന്ന് എക്സാം എഴുതി. അന്ന് ഞാൻ എഴുതിയ 6 ടെസ്റ്റുകൾ, അതായത് പ്രിലിംസ് ഉൾപ്പെടെയുള്ള 6 ടെസ്റ്റ് ക്ലിയറായി. അതിലിപ്പോ വന്നേക്കുന്ന റാങ്ക് CPO ആണെങ്കിൽ എനിക്ക് റാങ്ക് 28ആണ്, SIP ബറ്റാലിയൻ, പിന്നെ എക്സൈസ് റാങ്ക് 49. അപ്പൊ ഇതെല്ലാം സത്യത്തില് നമ്മളെ ഒരു എഫർട്ടാണ്. അതായത് നമുക്ക് എപ്പോഴും ഒരു വിക്ടറി എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റാണ്. ഇപ്പൊ നമ്മുടെ സാറിന്റെ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ അധ്യാപന സൈഡിൽ നിന്നും സ്റ്റുഡൻസ് സൈഡിലുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റാണ് സത്യത്തിൽ ഒരു വിക്ടറി എന്ന് പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ കരിയർ എന്ന സ്ഥാപനം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ആദ്യമേ തുടക്കത്തിൽ അതാ പറഞ്ഞു, ഞാൻ പ്രൗഡ് സ്റ്റുഡന്റ് ആണ് കരിയറിൽ. കാരണം ഇവിടെ ഒന്ന് പഠിച്ച് അതിന് സാറമായിട്ട് എഫർട്ടും ഞാനായിട്ട് എഫർട്ടും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്ന് സാധനം കണ്ടതെന്ന് വെച്ചാൽ ഞാൻ നാളെ ജോയിൻ ചെയ്യാൻ പോകുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ SIP ബറ്റാലിയൻ നാളെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് ഇന്ന് സാറ് ഒന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് സത്യത്തിൽ നാളത്തെ ഞാൻ വാങ്ങുന്ന അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഞാൻ വന്ന ശമ്പളത്തിന് എനിക്കൊരു അർത്ഥമില്ലാതായി പോകും. കാരണം അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ഒരു സ്ഥാപനവുമാണ്. അതിന്റെ ഹെഡായുള്ള ഗിരീഷ് സാറിനുള്ള കാര്യം എനിക്ക് ആ കടപ്പാട് എനിക്ക് ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ എത്രയാണ് എനിക്ക് പറയാനുള്ളത്.